എല്ലാവർക്കും ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. എല്ലാവരെയും വീണ്ടും ഈ ഫേസ്ബുക്ക് ലൈവിൽ സന്ധിക്കുവാൻ ഇടയായതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഓരോ പ്രതിസന്ധികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് സോൾവ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. ആരും പ്രശ്നങ്ങളിൽ ജീവിക്കുവാനോ പ്രശ്നങ്ങളിൽ കിടക്കുവാനോ ആ പ്രശ്നങ്ങളിൽ തുടരുവാനോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഓരോ പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. അവരെത്തിച്ചേരണം എന്ന് അവർ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഇടങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള അധ്വാനത്തിലാണ് എല്ലാ മനുഷ്യരും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ, മനുഷ്യൻ അധ്വാനിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിജീവനത്തിൻ്റെ യാത്രയിലാണ് എല്ലാ മനുഷ്യരും. ജീവിക്കാൻ ആവശ്യമായ പ്രാഥമികമായ ഘടകങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇന്നത്തെ ലോകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്, ആരോഗ്യ പരിപാലനത്തിന് ഇതിനേക്കാളും കൂടുതൽ പണം നാം ചിലവഴിച്ചു പോരുന്നു. എന്താണെന്ന് വായിച്ച ഈ വേദഭാഗത്തിൻ്റെ, ഈ വാക്യത്തിൻ്റെ പ്രസക്തി? ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശുവിൻ്റെ വാക്കുകളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നാമൊക്കെ പ്രതീക്ഷയോടെ ഓരോ ദിവസവും ആരംഭിക്കുന്നു. ഓരോ ദിവസവും പ്രതീക്ഷയോടെയാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മാനസികമായ സംതൃപ്തി, ഭൗതികമായി നോക്കിയാൽ നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ കാരണമാണ്, അല്ലെങ്കിൽ ആ വരുമാനത്തിന് വേണ്ടിയാണ് ഓരോ ദിവസവും നാം അധ്വാനിക്കുകയും ഓരോ ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നാം ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന, നാം സ്വപ്നം കാണുന്ന, നാം എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ, അല്ലെങ്കിൽ എത്തിച്ചേരാനാകുമോ എന്നുള്ള സംശയം, ഭയം, ആത്മവിശ്വാസമില്ലായ്മ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലിയിടങ്ങളിലെ പ്രയാസങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ തളർന്നു പോകുന്ന, മടിച്ചു പോകുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. പലരുമെന്ന് പറയുമ്പോൾ 100-ൽ 99% ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത്.
പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ലോകത്തിലെ കോടീശ്വരന്മാർ അവരുടെ പ്രശ്നങ്ങൾ പുറം ലോകത്തോട് പലപ്പോഴും പറയാറില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാധ്യമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പണത്തിനും രക്ഷിക്കാൻ കഴിയാത്ത ഒരുപാട് മേഖലകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരോട് അവർക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷനാണ് ഇന്നത്തെ ഈ ലൈവിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13, 14, 15 അധ്യായങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായും ഒന്ന് കടന്നു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 14, 15 അധ്യായങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളൊന്ന് വായിക്കണം. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. യേശു തൻ്റെ പിതാവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശു ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, യേശു തൻ്റെ പിതാവിനെ പരിചയപ്പെടുത്തുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് മറ്റൊരു കാര്യസ്ഥനെ കൂടെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. പിതാവിനോട് ചോദിക്കും. ആര് ചോദിക്കും? യേശു പിതാവിനോട് ചോദിക്കും. അതിൻ്റെ കാരണം, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എനിക്ക് പോകാനുള്ള സമയം ആഗതമായിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ പോകുമ്പോൾ എൻ്റെ അസാന്നിധ്യം നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ അസാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കുവാൻ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. ഞാൻ വന്നതുപോലെ തന്നെ. അപ്പോൾ യേശു പിതാവിനെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവെന്ന തന്നെപ്പോലെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥനെ, തന്നെപ്പോലെ തന്നെ, യേശുവിനെ പോലെ തന്നെ വ്യക്തിത്വമുള്ള വ്യക്തി എന്ന് തന്നെ ഇവിടെ വിശദീകരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു പിതാവായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി തരികയാണ്. തൃത്വമായ ദൈവത്തെക്കുറിച്ചുള്ള, തൃത്വദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകിയത് വേറെ ആരുമല്ല, യേശു തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇവിടെ നാം വായിച്ച ഭാഗത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആ വലിയ പ്രതിസന്ധി, ആ പ്രശ്നം നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ തകർത്തിരിക്കുകയാണ്, ഉലച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് വലിയ ആഴമേറിയ മുറിവുകൾ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സംശയത്തിൻ്റെ ഒരുപാട് സംശയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. മുങ്ങിത്താഴുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. എന്തു ചെയ്യണം എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാനുഷികമായി നിങ്ങളുടെ മുൻപിൽ ഒരു വഴികളുമില്ല എന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. ഗതസമനയിൽ യേശു വീണ് കിടന്ന് കരയുകയാണ്.
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങുവാൻ തക്കവണ്ണം എന്തെങ്കിലും അങ്ങ് ചെയ്യണമെന്ന് പിതാവിനോട് പറയുന്ന പുത്രനെ കാണാം. നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയിൽ വീണ് കിടന്ന് കരയുകയായിരിക്കും. നിങ്ങളെ കേൾക്കാൻ ആരുമില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ ആരുമില്ല. നിങ്ങൾ കലങ്ങിമറിഞ്ഞ ഹൃദയവുമായി, കലങ്ങിമറിഞ്ഞ കണ്ണുകളുമായി ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിലായിരിക്കാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ: നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. യേശു പറയുകയാണ്, യേശു ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൽ, അതായത് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വികലമായ കാഴ്ചപ്പാട് മാറ്റുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ കേട്ടിരിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നിങ്ങളോട് പകരം ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളൊരു പക്ഷേ പ്രസംഗകരിൽ നിന്ന് കേട്ടിരിക്കുന്നു. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ തിരുമേനിമാരോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വളരെ വികലമായ കാഴ്ചപ്പാടായിരിക്കും. നിങ്ങൾ ചെയ്ത ആ തെറ്റിന് നിങ്ങളോട് പകരം ചോദിക്കുന്നൊരു ദൈവം, നിങ്ങളോട് ക്ഷമിക്കാത്തൊരു ദൈവം. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്ക രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ്, പാപം വന്നു, അത് നോക്കിയിരുന്നു കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ക്രൂരനായ ഒരു ദൈവത്തെ ഒരുപക്ഷെ പലരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കാണും. എൻ്റെ പിതാവ്, യേശു പറയുന്നു, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ മക്കള് അപ്പൻ ചോദിച്ചാൽ മക്കൾ ചെയ്ത തെറ്റുകളെ ഓർത്തുകൊണ്ട് കല്ല് കൊടുക്കുന്ന ഒരു പിതാവല്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ഒരു പിതാവിനെ അല്ല ഞാൻ അവതരിപ്പിക്കുന്നു. ഏലിയാവ് ചെയ്തതുപോലെ നമുക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ ഇവരുടെ മേൽ തീയിറക്കി അവരെ തകർത്ത് കളയണം, ദഹിപ്പിച്ച് കളയണമെന്ന് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ ഏത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു? ഇപ്പോൾ നിങ്ങൾ ഏത് ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്? എൻ്റെ കൂടെ നടന്നിട്ടും ഏലിയാവിനെയൊക്കെ പ്രസംഗിച്ച് ഏലിയാവിനെയൊക്കെ സൂപ്പർ സ്റ്റാറായി അവതരിപ്പിക്കുന്ന ഒരുപാട് പ്രസംഗകരുണ്ട്. എന്നാൽ പലപ്പോഴും യേശു പറഞ്ഞ ഈ ഭാഗം അവർ അവരുടെ പ്രസംഗവുമായി കണക്റ്റ് ചെയ്യാറില്ല, കൂട്ടിയോജിപ്പിക്കാറില്ല. നിങ്ങൾ ഏത് ആത്മാവിനാണ് അധീനരായിരിക്കും? അതുകൊണ്ട് ഹൃദയത്തിൻ്റെ തകർച്ചയുടെ ആഴത്തിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാൻ. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം, ഒരു കാഴ്ചപ്പാടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ
നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുക. പല ആളുകളും കൺഫ്യൂസ്ഡാണ്. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോടല്ല പ്രാർത്ഥിക്കേണ്ടത്, യേശുവിനോടല്ല, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാൻ യേശു തന്നെ പറയുക. കമൻറ്റുകളിലൂടെയൊക്കെ എന്നോട് എഴുതി ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര്, ചില ആൾക്കാർ ചോദിച്ചു, യേശു തന്നെയാണ് പിതാവല്ലേ? യേശു തന്നെയാണ് പിതാവെന്ന് പറയുന്നവരുണ്ട്. അവരെന്തുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ വായിക്കാത്തത്, അല്ലെങ്കിൽ വായിച്ചിട്ടും അവർക്ക് ഗ്രഹിക്കാത്തതെന്ന് എനിക്കറിയില്ല. യേശു പറയുക, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതാണ് ശരിയായ പുതിയ നിയമ രീതി. വിഷയത്തിലേക്ക് വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നില അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ വെച്ചു തന്നെ അംഗീകരിക്കാൻ ദൈവത്തിന് കഴിയും. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ചേർത്ത് നിർത്തുവാനും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു പിതാവിൻ്റെ സ്നേഹമാണ് പുതിയ നിയമം, സുവിശേഷങ്ങൾ നമ്മെ വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്, പ്രശ്നങ്ങളിൽ തളർന്നു പോകരുത്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ത്രിയേക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ പരിശുദ്ധനായ ഏക സത്യ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഭയത്തിൽ നിന്ന് ഉളവാകുന്നതായ ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിത്രം, നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നത്, ഭയപ്പെടുന്നത്, അതാണ് നിങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിക്കുന്നത്. പിശാചൊന്നുമല്ല, നമ്മുടെ തോട്ട്സാണ്, നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ട് നാളെ നല്ലത് വരുമെന്ന് സൈക്കോളജിയോടാണ്, മനഃശാസ്ത്രപരമായി ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയുക, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഈ ലോകം മുഴുവനും എൻ്റെ കൂടെയുണ്ട്, ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ കൂടെയുണ്ട്. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ആ വലിയ സാഹിത്യകാരൻ പറഞ്ഞത്, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചു തരുവാൻ ഈ പ്രപഞ്ചം മുഴുവനും, ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ കാണും, ആ സ്വപ്നം സഫലമാകുന്നത് വരെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോകാൻ സമയമായിരിക്കുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇത്രയും നാളും നടന്നും നിങ്ങളുടെ കൂടെ ഭക്ഷിച്ചും സ്നേഹം പങ്കിട്ടും നിങ്ങളെ ശക്തീകരിച്ചും നിങ്ങളുടെ വിശ്വാസമില്ലായ്മയിൽ ചേർത്ത് നിർത്തിയുമൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയം ആഗതമായിരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 15-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയും. എത്ര മനോഹരമായിട്ടാണ് എന്നെപ്പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനെ 14-ാം അധ്യായം തന്നെ 26-ാം വാക്യം, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ
ഭയപ്പെടേണ്ട ആവശ്യമില്ല. 15-ാം അധ്യായം തുടർന്നും ആ കാര്യസ്ഥനെക്കുറിച്ച് വളരെ കൃത്യമായി വ്യക്തമായിട്ടും യേശു വരച്ച് കാണിക്കുക. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഏകയല്ല. നിങ്ങൾ ഒരിക്കലും തകരുകയില്ല. ഈ പ്രശ്നങ്ങൾ നിങ്ങളെ തകർത്ത് കളയുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക. ആളുകൾ പറയുന്നതല്ല നിങ്ങളുടെ ഭാവി. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ബോധം പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കല്ല, ദൈവം എൻ്റെ കൂടാണ് ചേർന്ന് നടക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നതല്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നതാണ്. അതാണ് ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നു, മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. നമ്മൾ അങ്ങോട്ട് പോയതല്ല, ദൈവം ഇങ്ങോട്ട് വന്നതാണ്. ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ തേടിയാണ് വന്നത്. നാം ദൈവത്തെ തേടിപ്പോയതല്ല. ഇന്ന് പല ആൾക്കാരും പറയും ഞാൻ ദൈവത്തെ തേടിപ്പോയി. ദൈവം ഇങ്ങോട്ട് വന്നതാണ് പ്രിയപ്പെട്ടവരെ. ജഡാവതാരത്തിലൂടെ, ജഡധാരണത്തിലൂടെ, ഇൻകാർണേഷനിലൂടെ ദൈവത്തിൻ്റെ പുത്രനായ യേശു നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്കാണ് വന്നത്. അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോവുകയില്ല എന്ന ഉറച്ച വിശ്വാസം, തീരുമാനം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് നിങ്ങൾ തന്നെ ബലപ്പെടുത്തുക. മറ്റൊരാൾ നിങ്ങളെ ബലപ്പെടുത്തുവാനോ മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുവാനോ വരുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയും. നാളെ പ്രതീക്ഷയുടെ ഒരു പകലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപകടങ്ങൾ നിറഞ്ഞൊരു ലോകമാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഈ കാഴ്ചകൾ കാണുമ്പോഴും മുന്നോട്ട് പോകുവാനുള്ള ഒരാഗ്രഹമാണ് ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ജീവനുള്ളതെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ജീവനില്ലാത്തതും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതൊക്കെ നമുക്ക് വിവിധ രീതികളിൽ ജീവദായകമായി തീരുന്നുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കൾ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ എനർജി, ഒരു വലിയ ശക്തി, ദൈവത്തെക്കുറിച്ചൊക്കെയുള്ള വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ മറ്റു പലർക്കും ഉള്ളതുകൂടെ നാം മനസ്സിലാക്കുക. ഇവിടെ യേശു പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്കൊരു പിതാവുണ്ട്, പുത്രനായ ഞാനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്രയാൽ മുദ്രയിടപ്പെട്ടവരും ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരുമാണ്. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. നാം ഒരിക്കലും തകർന്നു പോവുകയില്ല. നമ്മെ ആർക്കും തകർക്കാൻ കഴിയുകയുമില്ല. കാരണം ഈ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഈ ഭൂമിയിലെ ആരെങ്കിലും തരുന്നതല്ല. ത്രിയേക ദൈവത്തിൻ്റെ ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. ഒരുപക്ഷെ ഒരുപാട് സമയം നമ്മൾ കരഞ്ഞേക്കാം. നമ്മൾ മനുഷ്യരാണ്. നെഞ്ചത്തടിച്ച് കരഞ്ഞേക്കാം, തളർന്നു പോയേക്കാം, സംശയാലുക്കളായി തീർന്നേക്കാം, അവിശ്വസ്തരായി തീർന്നേക്കാം. അവിടെയൊന്നും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കോ ദൈവത്തിൻ്റെ കൃപയ്ക്കോ ഒരു കുറവും, നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയുടെ അളവിനൊരു
കുറവും വരുന്നില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറിപ്പോകുന്നില്ല. ഇന്ന് പലരും പഠിപ്പിക്കുന്നത് വിശുദ്ധിയും വേർപാടും. ദൈവം ഭയങ്കര വിശുദ്ധനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വിശുദ്ധരായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വിശുദ്ധരാകാനുള്ള ശ്രമത്തിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്രസംഗങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ അടിമകളാക്കുന്ന പ്രസംഗകരെ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. മാനുഷികമായ കുറവുകളും ബലഹീനതകളും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെയൊന്നും ദൈവം നമ്മോട് ക്രൂരത കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപ വീണ്ടും വീണ്ടും നമ്മിൽ വർദ്ധിച്ചു വരികയാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു വരുന്നത്? ഈ ബലഹീനതകളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വലിയ ഊർജമാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മിൽ തന്നെയുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മിൽ തന്നെയുണ്ട്. നാം പലപ്പോഴും ഉത്തരങ്ങൾക്ക് വേണ്ടി, ചോദ്യങ്ങളുടെ മറുപടിക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി ആളുകളെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മുടെ നോട്ടമൊക്കെ മനുഷ്യരിലേക്കാണ്. അവരെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട്, അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നാം യാത്ര ചെയ്താൽ ഒരിക്കലും നാം ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആത്മവിശ്വാസം നമ്മളിൽ തന്നെയാണ് ഉള്ളത്. അത് നമ്മളിൽ തന്നെയാണ് വർദ്ധിച്ചു വരേണ്ടത്. പുറത്തു നിന്നൊരാൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കൂട്ടുവാൻ, നിങ്ങളുടെ മാനസിക ശക്തിയെ കൂട്ടുവാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുക. മനുഷ്യർ തമ്മിൽ താങ്ങായി, കൂട്ടായി ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കൈ സഹായം, ഒരു വാക്കിൻ്റെ ബലപ്പെടുത്തൽ, കൂട്ടായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതൽ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാകുന്നൊരു സമയമുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്ന നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരോ മറ്റ് സഹോദരങ്ങളോ മാതാപിതാക്കളോ മക്കളോ അവരൊക്കെ ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നൊരു സമയമില്ലേ? ആ സമയത്താണ് ഈ വാക്കുകളുടെ, ഈ വചനത്തിൻ്റെയൊക്കെ പ്രസക്തി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് ശിഷ്യന്മാരെ പറഞ്ഞ് ബലപ്പെടുത്തുകയാണ്. പിതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകത്തെ മുഴുവനും മനോഹരമാക്കുവാനുള്ള ഒരു വലിയ ദൗത്യമാണ്. ഒറ്റയ്ക്ക് സാധിക്കില്ല. ഈ കറപ്റ്റഡായ ഈ ലോകം, കലുഷിതമായ, പ്രശ്നസങ്കീർണമായ, പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞ, നെഗറ്റിവിറ്റികളെ കൊണ്ട് നിറഞ്ഞ, നന്മയ്ക്ക് പകരം തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ദൈവത്തിലാണെന്ന് പലപ്പോഴും നാം പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ നോട്ടം അവിടെ നിന്ന് മാറിപ്പോകാറുണ്ട്. അവിടെ നമ്മളോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിൽ വിശ്വസിക്കുക, മറ്റൊരു കാര്യസ്ഥന് ഇതാ വരുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ വിശുദ്ധമായ അറിവ്, ഈ ബോധ്യം, ഈ ജ്ഞാനമാണ് നമുക്കുണ്ടാകേണ്ടത്. കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ബോധ്യത്തിൽ അങ്ങനെ ഒരു ബോധോദയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. പ്രശ്നങ്ങളെ മനോഹരമാക്കാൻ കഴിയും. ഉടഞ്ഞൊരു പാത്രം നല്ല ഒരു കുശവന്
നല്ലൊരു ക്രിയേറ്റിവിറ്റിയുള്ള ആൾക്ക് ഉടഞ്ഞ പാത്രം വീണ്ടും മനോഹരമാക്കുവാൻ സാധിക്കും. മനോഹരമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുക. മനോഹരമായിട്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. എവിടെയൊക്കെയോ ജീവിതത്തിൽ നിങ്ങൾക്ക് തകർച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ നിങ്ങൾ തനിച്ചല്ല. ഈ പ്രപഞ്ചം മുഴുവനും, ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾ ഏകാന്തതയിലായിരിക്കാം, പക്ഷെ നിങ്ങൾ ഏകനല്ല, ഏകയല്ല. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരട്ടെ. പ്രതീക്ഷകൾ കൈവിടരുത്. പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വിശ്വാസം. ഒരു കാര്യത്തിൽ, ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, ഒരു ബാങ്കിൽ ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കുറിച്ചുള്ള വികലമായ അറിവുകൾ നിങ്ങളുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ആ വൈറസുകളെ നിങ്ങൾ ആൻറ്റി വൈറസ് ഉപയോഗിച്ചുകൊണ്ട്, സത്യവിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കേണ്ടതുണ്ട്, നിർവീര്യമാക്കി മാറ്റേണ്ടതുണ്ട്, എന്നേക്കുമായി ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന്, നിങ്ങളുടെ റീസൈക്കിൾ ബിന്നിൽ നിന്ന്, ജങ്ക് ഫയലുകൾ, തെറ്റായ വിശ്വാസം, തെറ്റായ അറിവുകൾ, വികലമായ അറിവുകൾ, ദൈവത്തെക്കുറിച്ച് വികലമായി പറഞ്ഞ് പ്രചരിപ്പിച്ച, ദൈവം നിങ്ങളെ ദോഷങ്ങളിലൂടെ പരീക്ഷിച്ച് നിങ്ങൾ നല്ല ആൾക്കാരാകാൻ വേണ്ടി ദൈവം നിങ്ങളെ ദോഷങ്ങളിലൂടെ കടത്തിവിടുന്നു. ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ പ്രസംഗകർ. അവരുടെ കീശ വീർപ്പിക്കാൻ, അവരുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരമുള്ള അറിവുകൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ദോഷങ്ങളാൽ നിങ്ങളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദോഷങ്ങളാൽ ദൈവം ഒരിക്കലും ആരെയും പരീക്ഷിക്കുന്നില്ല. നാം തന്നെ, അതാണ് ലേഖനത്തിൽ പറയുന്നത്, നാം തന്നെ പല രീതികളിൽ, പല കുടുക്കുകളിൽ പോയിപ്പെട്ട്, പല പ്രതിസന്ധികളിൽ പോയിപ്പെട്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുക. അത് ദൈവം നിങ്ങൾക്ക് തരുന്നതല്ല. ദൈവം ആർക്കും രോഗം തരുന്നില്ല. ദൈവം ആർക്കും രോഗം തരുന്നില്ല. അവനിൽ ഇരുട്ട് അല്പം പോലുമില്ല. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് പുതിയ നിയമത്തിലാണ്. നിങ്ങൾ പഴയ നിയമം വായിച്ചിട്ടാണ് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങളിൽ മൂടുപടം ഇപ്പോഴും കിടക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നു, നിങ്ങളുടെ മേലൊരു മൂടുപടം കിടക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലായ്മ, മങ്ങിയ കാഴ്ചപ്പാട്, വികലമായ കാഴ്ചപ്പാട്, വ്യക്തതയില്ലായ്മ, ക്ലാരിറ്റിയുടെ കുറവ്, ആ ലൈറ്റ് പോരാ, അതിൻ്റെ പവർ പോരാ, തെളിച്ചമില്ലായ്മയാണ്. ദൈവം ആരാണ്? നിങ്ങളുടെ പ്രവൃത്തികൾ നോക്കി മാർക്കിടുന്ന, ജഡ്ജ് ചെയ്യുന്നൊരു ദൈവമല്ല യേശു പറയുന്ന ദൈവം. ദൈവത്തിൽ അല്പം പോലും ഇരുട്ടില്ല. ദൈവം രോഗം തരുന്നില്ല. ദൈവം രോഗം തരുന്നു എന്ന് പറയുന്ന ആളുകൾ, അത് ഏത് സഭയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങളെ കളിപ്പിക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയുക, ദൈവം നന്മയുടെ ഉറവിടമാണ്. ദൈവത്തിൽ പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. നെഗറ്റീവായ ഒന്നും ദൈവത്തിലില്ല. അങ്ങനെ ഒരു ദൈവം ദൈവമല്ല. യേശു പറഞ്ഞ ദൈവമല്ല, പിതാവായ ദൈവമല്ല. യേശു പറഞ്ഞ പിതാവ് എല്ലാവർക്കും നല്ല ദാനങ്ങളെ കൊടുക്കുന്നൊരു പിതാവ്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും. അതിൻ്റെ അർത്ഥം, ദുഷ്ടനെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുക,
ആരും ദുഷ്ടന്മാരായിട്ടൊന്നുമില്ല. അത് ഭാഷയുടെ ഒരു പ്രശ്നമാണ്. യഹൂദന്മാരുടെ ഇടയിലാണ് യേശു സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പാപി എന്ന് തോന്നുന്ന, അനീതി ചെയ്യുന്നവരെന്ന് തോന്നുന്ന ആളുകൾക്കും, സമൂഹത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, സമൂഹത്തിൻ്റെ ആ സ്ട്രക്ചറിന് എതിരെ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റകൃത്യമെന്ന് വേർതിരിച്ച് കുറ്റകൃത്യം ചെയ്ത് നിയമപാലകർ പിടിച്ച് ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ, അവർക്കും വെയിലും കിട്ടുന്നുണ്ട്, മഴയും കിട്ടുന്നുണ്ട്, വായു ശ്വസിക്കാൻ കിട്ടുന്നുണ്ട്. ദൈവത്തിന് യാതൊരു തരംതിരിവുമില്ല. എല്ലാം വിശുദ്ധമാണ്, ഒന്നും അശുദ്ധമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കലങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ഈ വലിയ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ ബോധ്യങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്, ചിന്താഗതികളിൽ മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ തോട്ട് പാറ്റേൺ നമ്മൾ പലതും സങ്കല്പിച്ചു വെച്ചിരിക്കുകയാണ്, ഇമാജിനേഷൻസ് ആണ്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യക്തമായ തെളിച്ചമുള്ള അറിവിന്, അണ്ടർസ്റ്റാൻഡിങ്ങിന് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വികലമായ സങ്കല്പങ്ങളെയും വിചാരധാരകളെയും നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇറേസ് ചെയ്യേണ്ടതുണ്ട്. അത് വൈറസാണ്, ആൻറ്റി വൈറസ്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ബോധ്യം, സത്യം, ട്രൂത്ത്, ദ ഇറ്റേണൽ ട്രൂത്ത്, ശരിയായ സത്യം. അതെന്താ അങ്ങനെ ശരിയായ സത്യം? സത്യം തന്നെ പല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരകാലം. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ വിശ്വാസം, ശരിയായ ദൈവശാസ്ത്ര ബോധം, ബോധ്യത, ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നശിച്ച് പോവുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ശരിയായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിൽ യേശു പിതാവിങ്കലേക്കുള്ള വഴി കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വഴി പറഞ്ഞു കൊടുക്കുന്ന ദിശാ സൂചികകൾ ഒക്കെയുണ്ട്, സൈൻ ബോർഡുകളുണ്ട്. കൃത്യമായൊരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ ചൂണ്ട് പലകയായി റോഡുകളിലൊക്കെയുണ്ട്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട്, GPS-ൻ്റെ സഹായത്തോടെ നമ്മുടെ ഫോണുകളിൽ, നമ്മുടെ കാറുകളിൽ ഇപ്പം അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട്. കൃത്യമായ വഴി നമുക്ക് പറഞ്ഞു തരികയാണ്. യേശുവാണ് പിതാവിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത്. യേശുവാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ ലോകത്തിന് കാഴ്ചപ്പാട് നൽകിയത്. അത് നോക്കാതെ വ്യക്തികൾ പറയുന്ന തെറ്റായ ദൈവശാസ്ത്രവും പ്രസംഗങ്ങളും കേട്ടുകൊണ്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 14-ാം അധ്യായം മുതൽ ശിഷ്യന്മാരോട് പിതാവാരാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവരുടെ ബോധതലങ്ങളിൽ അവർ പഠിച്ചു വച്ചിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള കാഴ്ചപ്പാടുകൾക്ക് നേർവിപരീതമായി യഹൂദന്മാരാണ്, തൻ്റെ ശിഷ്യന്മാരാണ്. നാളെ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. യേശു പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവോട് വരും. പിതാവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറേണ്ടതുണ്ട്. ഈ വിശ്വാസം അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങിയിരിക്കുക, മാനസികമായി അവർ തകർന്നിരിക്കുന്നു, അവർ സംശയാലുക്കളായി തീർന്നിരിക്കുന്നു.
അവരുടെ വിശ്വാസം, ആശ്രയം, ആ ട്രസ്റ്റ് ഒക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുക. അവരുടെ കോൺഫിഡൻസ് ലെവല് ഒരുപാട് ഇടിഞ്ഞിരിക്കുന്നു. അവർക്ക് കോൺഫിഡൻസ് ഇല്ല. നാളെ ഈ സത്യവിശ്വാസത്തെ അനേകരിലേക്ക് കൊടുക്കേണ്ടവരാണ്. അവരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. നാം ഒരുപാട് സ്നേഹിച്ച ആളുകൾ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയം തകരില്ലേ? നമ്മെ ചേർത്ത് പിടിച്ചവരും നാം ചേർത്ത് പിടിച്ചവരും നമ്മിൽ നകലുമ്പോൾ, ഒരുപക്ഷെ പിണങ്ങിപ്പോകുമ്പോൾ, ഒരുപക്ഷെ ദൂരദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഡൗണായി പോകത്തില്ലേ? ഒറ്റയ്ക്കായെന്നൊരു ചിന്ത വരില്ലേ? അതേ ശൂന്യമായ ഒരു അവസ്ഥയിലൂടെ, ഒരു ശൂന്യത അനുഭവിച്ചുകൊണ്ട്, എംപ്റ്റീനെസ് അനുഭവിച്ചുകൊണ്ട് ശിഷ്യന്മാർ നിൽക്കുമ്പോഴാണ് അവർക്ക് ഈ പിതാവിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-15 അധ്യായങ്ങളിൽ. അവിടെയാണ് നമുക്കിത് വായിക്കാൻ കഴിയുക. നിങ്ങളെടുത്ത് വായിക്കുക. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം വീണ്ടും കത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലരുടെയും ഉള്ളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നാളത്തെ ദിവസത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരു മോട്ടിവേഷനാണ്. നാളത്തെ ദിവസവും എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. ദൈവം സർവജ്ഞാനിയാണ്. നിങ്ങൾക്കറിയില്ല, എന്നാൽ ദൈവത്തിനറിയാം. ദൈവം നിത്യനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിത്യമായൊരു അറിവൊന്നും നമുക്കില്ല. നമുക്ക് നാളെയും സംഭവിക്കും, മറ്റന്നാളും സംഭവിക്കുമെന്നും അറിയില്ല. സകലത്തെയും അറിയുന്നവൻ, സകലത്തിൻ്റെയും കാരണഭൂതൻ, സർവജ്ഞാനിയായ ദൈവം, ആ ദൈവമാണ് നിങ്ങളുടെ കൂടെ. നിങ്ങളൊന്ന് ചിരിക്കാൻ തുടങ്ങിക്കുക. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരട്ടെ. നിങ്ങളുടെ മുഖത്ത് പ്രതീക്ഷ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ സാധാരണ മനുഷ്യർ. തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നിങ്ങൾക്കും അനേകരെ ചേർത്ത് പിടിക്കാം. നിങ്ങളെ അനേകർ ചേർത്ത് പിടിച്ചിട്ടില്ലേ? നിങ്ങൾക്കും ചേർത്ത് പിടിക്കാം. അനേകർക്ക് ആത്മവിശ്വാസം കൊടുക്കാം, എനർജി കൊടുക്കാം, ശക്തി കൊടുക്കാം, ബലം കൊടുക്കാം. വീണുപോകുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹം. ഭീകരരൂപിയായ ഒരു ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ചെയ്യുന്ന ലൈവുകൾ അല്ലെങ്കിൽ വീഡിയോകളിൽ, പോസ്റ്റുകളിലൊക്കെ കമൻ്റ് ഇടുന്ന ഒരുപാട് വിശുദ്ധരായ ആളുകളുണ്ട്. അവരെ വിശുദ്ധരെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അവർ സ്വയം നീതീകരണത്തിലൂടെ സ്വയം വിശുദ്ധരാണെന്ന ചിന്തയിലാണ് അവർ നടക്കുന്നത്. എനിക്കത്തരത്തിലുള്ള ഒരു വിശുദ്ധിയില്ല. അവരൊക്കെ പറയുന്നത് സ്വയം നീതീകരണത്തിൻ്റെ വാക്കുകളാണ്. സെൽഫ് റൈച്ചസ്നെസ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ, അവൻ്റെ വേദനകളിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കാതെ, എല്ലാത്തിനെയും മതത്തിൻ്റെ കണ്ണുകളിലൂടെ, കപടഭക്തിയിലൂടെ, യാതൊരു മനുഷ്യത്വമില്ലാതെ ആളുകളെ കാണുന്ന കുറേ ആളുകൾ, കുറേ വിശുദ്ധന്മാർ, വലിയ വേർപാട് സൂക്ഷിക്കുന്നവർ, തക്കം കിട്ടിയാൽ ആളുകളെ മതത്തിൽ ചേർക്കുവാൻ മതഭ്രാന്ത് കൊണ്ട് ഓടി നടക്കുന്നവർ. അവരുടെ ഉള്ളിൽ സ്നേഹമല്ല, കരുണയല്ല. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ കേവലം മതത്തിൽ ചേർക്കുവാനുള്ള മതഭ്രാന്ത് മാത്രമാണ്. അങ്ങനെയുള്ള മതഭ്രാന്തന്മാരാണ് യേശുവിനെ ക്രൂശിലേറ്റിയത്. യഹൂദന്മാർ തങ്ങളുടെ മതത്തിൻ്റെ പാരമ്പര്യ സമ്പ്രദായങ്ങൾക്കെതിരെ, ട്രഡീഷണലായിട്ടുള്ള ചിന്തകൾക്കെതിരെ പിതാവിനെയൊക്കെ വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ ഉള്ളിൽ ഈ മതഭ്രാന്ത് ആളിക്കത്തുകയായിരുന്നു. മതഭ്രാന്തന്മാരെ മനുഷ്യരാക്കി തീർക്കുന്ന യേശുവിൻ്റെ
ആ വാക്കുകൾ കുറച്ചു പേർക്ക് മനസ്സിലായി. അവർ യേശുവിനോട് ചേർന്നു. ഇന്നും യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആരുമില്ല. മതഭ്രാന്തന്മാർ ഒരുപാടുണ്ടെന്നാൽ യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ ആരുമില്ല. യേശുവിൻ്റെ വാക്കുകളെ ചേർത്ത് പിടിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ കൈമാറുവാൻ, അത് പങ്കുവയ്ക്കുവാൻ ആരുമില്ല. നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താണ്? യഥാർത്ഥ ആത്മീയർ ദാരിദ്ര്യമുള്ളവരാണ്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ ഒരുപക്ഷെ വലിയ പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ ഒക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. നാളെക്കുറിച്ചും മറ്റന്നാളിനെക്കുറിച്ചും വരുന്ന വർഷത്തേക്കും ഒക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. യേശു പറയുകയാണ്, ഇന്നത്തെ ദുഃഖവും പ്രയാസമൊക്കെ മതി. ഇന്നത്തേത് ഇങ്ങനെയാണ്. ഇന്നത്തേതിൻ്റെ ദുഃഖവും പ്രയാസമൊക്കെ ഇന്നത്തെ ദിവസത്തിനുണ്ട്. നിങ്ങൾ നാളെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുക? നാളത്തെയും മറ്റേനാളും എന്ത് സംഭവിക്കുക? ആ പ്രയാസങ്ങളല്ല, ഇന്നത്തെ പ്രയാസങ്ങളുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഭാരം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾ കൈവിടാതെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ത്രിയേക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നൃത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ആ ആനന്ദ നൃത്തത്തിൽ നിങ്ങളും ചേർന്നുകൊണ്ട് ആ ത്രിയേക ദൈവത്തോട് ചേർന്ന് നൃത്തം ചെയ്യുക. ജീവിതത്തെ മനോഹരമാക്കി മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ സ്ട്രെസ്സുകൾ മാറും, നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും, നിങ്ങളുടെ കണ്ണുനീരും മാറും. അത് സന്തോഷമായി മാറും. അത് നിങ്ങൾ ആ വിലാപങ്ങളൊക്കെ നൃത്തമായി മാറും. ഷെയറിംഗ് ആണ്. ആ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. പ്രതികാര ചിന്തയോടിരിക്കുന്ന ഒരു ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. മറ്റ് മതങ്ങളിലെ ദൈവസങ്കല്പങ്ങളെ ക്രിസ്തീയ സഭയിൽ കൊണ്ടുവന്ന് ദൈവത്തെ ഭീകരമായി പ്രതികാരം ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന, ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളെ കൊന്നുകളയുന്ന, കീറിക്കളയുന്ന, അതൊക്കെ പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളും ദൈവത്തെക്കുറിച്ച് വികലമായ ചിന്തയുള്ള ആളുകൾ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ പിതാവ് ആരാണെന്ന് കൃത്യമായി അറിയാവുന്നത് മകനാണ്. ആ പുത്രൻ എത്ര മനോഹരമായി ആ സ്വർഗീയ പിതാവിനെക്കുറിച്ച്, ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം, പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പുത്രനോട് ഭൂമിയിലേക്ക് വരാൻ പറഞ്ഞത്. ലോകത്തെ സ്നേഹിക്കുകയാണ്. എന്തൊരു വലിയ സ്നേഹമാണിത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ സ്നേഹം എത്ര ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ ഒരു മനുഷ്യനും അളക്കാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല. ദൈവത്തെ മനസ്സിലാക്കുക പ്രയാസമാണ്. എന്നാൽ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ മനോഹരമായി യേശു ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ മനുഷ്യരായി തീരാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ മനുഷ്യരായി കാണാൻ ശ്രമിക്കുക. വിശ്വാസത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ മാത്രം എന്തോ വലിയ വിശുദ്ധരെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വന്നിങ്ങനെ പ്രസംഗിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും എല്ലാം ലൈവാണല്ലോ ഇപ്പോൾ. ഇവരുടെ അവകാശവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരിക, ഞങ്ങളുടെ സഭയിലേക്ക് വരിക. നിങ്ങൾ നിൽക്കുന്ന സഭയൊക്കെ വിട്ട് ഞങ്ങളുടെ സഭയിലേക്ക് വരിക. ഇവിടെ എന്തോ വലിയതുണ്ട്. വെറുതെയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വഞ്ചിതരായിത്തീരരുത്. നിങ്ങളായിരിക്കുന്ന
ആ സഭയിൽ അവിടെ ചേർന്നുകൊണ്ട് നിങ്ങൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എത്ര കൃത്യമായ ദൈവബോധമാണ് നിങ്ങൾക്ക് സഭകളിലൂടെ പകർന്നു വന്നിട്ടുള്ളത്. ത്രിയേക ദൈവത്തെക്കുറിച്ച്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ ആ വലിയ ആ തൃത്വത്തിൻ്റെ ആ സമന്വയം, ആ സ്നേഹത്തിൻ്റെ നൃത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞു. ആ സുരക്ഷിതത്വത്തിലേക്ക്, ആ വലിയ സാന്നിധ്യത്തിലേക്ക്, ആ ബോധത്തിലേക്ക്, ആ അവബോധത്തിലേക്ക്, ദൈവത്തെക്കുറിച്ചുള്ള വലിയ ആ കാഴ്ചപ്പാടിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഇതിൽ കൂടുതൽ വലിയ കാഴ്ചപ്പാടൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വന്ന് നിർത്തട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിലും വിശ്വസിക്കുക. ആ ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയാണ്, വഴി പറഞ്ഞു കൊടുക്കുകയാണ്, കൃത്യമായ വഴി. നിങ്ങളൊരു പക്ഷേ വഴി തെറ്റിയായിരിക്കും ഇപ്പോൾ പോകുന്നത്. പേടിക്കണ്ട. നിങ്ങൾ ഇടയ്ക്ക് ക്ഷീണിതരായി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ നോക്കുക. അവിടെ കാണും നിങ്ങളെ കാത്ത് ആ ദൈവത്തിൻ്റെ സ്നേഹം. നിങ്ങൾ വഴിതെറ്റി എന്ന് വിചാരിച്ച് ആ പിതാവ് കാത്തിരിപ്പ് മതിയാക്കി പോയി കിടന്നുറങ്ങിയില്ല. മകൻ വരുന്നതുവരെ, ദൂരദേശത്ത് പോയ മകൻ വരുന്നതുവരെ കാത്തിരിക്കുകയാണ്. അതാണ് പിതാവിൻ്റെ സ്നേഹം. മകൻ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് എൻ്റെ കാലെ പിടിക്കട്ടെ എന്ന് ചിന്തിച്ചില്ല. മകനെ കണ്ടതും മകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ മോതിരമിട്ട് നല്ല ചെരുപ്പ് കൊടുത്ത് നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് അവന് വേണ്ടി വിരുന്നുശാലയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. എല്ലാം മതിയാക്കിപ്പോയ ശിഷ്യന്മാർ, മടുത്തുപോയവർ, ഹൃദയം തളർന്നുപോയ ആ ശിഷ്യന്മാർ, ഹൃദയം കലങ്ങിപ്പോയി സംശയാലുക്കളായി എല്ലാം മതിയാക്കിപ്പോയവർ, അവരെ ആ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നിരാശരായി മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടി നല്ല ഫിഷ് ഫ്രൈ ഒരുക്കിക്കൊണ്ടിരിക്കുക, വിരുന്നൊരുക്കുകയാണ്. മീനൊക്കെ പൊള്ളിച്ച് രുചികരമായ ഭക്ഷണം ഒരുക്കിയിരിക്കുക. ഇതൊരു മതമല്ല. ഇന്ന് പലപ്പോഴും ഇതിനെ ഒരു മതമാക്കി തീർത്തുകൊണ്ട് ആളുകൾ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ആളുകളെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അടിച്ചുകൊണ്ട് പോകുന്നവരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു മിഷനല്ല, ഒരു മിനിസ്ട്രി അല്ല. നിങ്ങൾ ചെയ്യുന്നത് കേവലം ഒരു ബിസിനസ് മാത്രമാണ്. അർത്തോമക്കാരെ അടിച്ചുകൊണ്ട് പോവുക, CSIക്കാരെ അടിച്ചുകൊണ്ട് പോവുക, കത്തോലിക്ക സഭയിലുള്ളവരെ അടിച്ചുകൊണ്ട് പോവുക, ഓർത്തഡോക്സിലുള്ളവരെ അടിച്ചുകൊണ്ട് പോവുക, യാക്കോബയിലുള്ളവരെ അടിച്ചുകൊണ്ട് പോവുക, ഇവാഞ്ചലിക്കലുള്ളവരെ അടിച്ചുകൊണ്ട് പോവുക. നിങ്ങൾ ഈ ബിസിനസ് മതിയാക്കൂ. ഇത് നിങ്ങളുടെ മാർക്കറ്റിംഗ് മാത്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് വരും. കാരണം പല കമൻറ്റുകളും എനിക്ക് വരുന്നത് അത്തരത്തിലാണ്. എന്നോട് പല ആൾക്കാരും പറയുകയാണ്, നിങ്ങൾ സത്യം അറിയണം, നിങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ബൈബിൾ വായിച്ചിട്ടില്ല, നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കൂ. എന്നോട് പറയുന്ന കാര്യമാണ്. ഞാൻ പറയും, തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥയിലിരുന്നു കൊണ്ട് വിളിച്ചാൽ കേൾക്കാത്തൊരു ദൈവമല്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇനിയും പോയിട്ട് ഇനി ആ ദൈവത്തെ പരിചയപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഈ ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട്, വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി ആ വെളിപ്പാടിൽ, ആ ജ്ഞാനത്തിൽ മുന്നോട്ട് പോയാൽ മതി.
അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും പ്രാപ്തരാക്കുകയും ശക്തീകരിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ. നാളത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നില്ല. ദൈവത്തിൽ തിന്മ ഒട്ടുമില്ല, ഇരുള് ഒട്ടുമില്ല. നന്മയുടെ ഉറവിടമാണ് ദൈവം. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്ന് നിങ്ങളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഈ ലോകത്തിലെ ടെസ്റ്റുകൾ നടത്തി ആളുകൾ പോകുന്ന പോലെ നിങ്ങളെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഗതികേട് ദൈവത്തിനില്ല. അത്ര ഗതികെട്ടവനല്ല എൻ്റെ ദൈവം. ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നെ കണ്ടവരുടെ മേലും ഇനി കാണാനിരിക്കുന്നവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.